ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ചന്ദ്ര എഴുതിയിരിക്കുന്ന മേലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് ചന്ദ്ര, 37 വയസ്സുണ്ട്. എൻ്റെ 25ാമത്തെ വയസ്സിൽ വിവാഹം കഴിഞ്ഞു മാഡം. അത് കഴിഞ്ഞ് 2 വർഷം ആ വിവാഹ ജീവിതം മുന്നോട്ട് നല്ല രീതിയിൽ തുടർന്നു പോയി. അത് കഴിഞ്ഞ ശേഷം എല്ലാവരും ഞങ്ങൾക്ക് കുട്ടികളുണ്ടാകുന്നില്ലേ എന്ന് ചോദിച്ചു തുടങ്ങി. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ കുട്ടികളുണ്ടാകണമെന്ന് നിർബന്ധമായിരുന്നു, അതും എത്രയും പെട്ടെന്ന്. അങ്ങനെ 2 വർഷമായിട്ട് കുട്ടികളില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഒന്ന് പരിശോധിച്ചു. ആ സമയത്താണ് തിരിച്ചറിഞ്ഞത് എനിക്ക് കുട്ടികളുണ്ടാകാൻ തക്കവണ്ണം ശേഷിയുള്ള ഒരു ഗർഭപാത്രമില്ല. ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ബാക്കി ഒരു കാര്യത്തിലും കുഴപ്പമില്ലാത്ത ആരോഗ്യമുള്ള സ്ത്രീയാണ് ഞാൻ. പക്ഷേ ഉള്ളിലുള്ള ഈ കുഴപ്പം തിരിച്ചറിയാൻ എന്നെക്കൊണ്ടോ വീട്ടുകാരെ കൊണ്ടോ വിവാഹത്തിന് മുമ്പ് പറ്റിയിരുന്നില്ല. അങ്ങനെ പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ ഒന്നുമില്ലായിരുന്നു, എല്ലാം സ്വാഭാവികമായിരുന്നു. എങ്കിലും വളരെ അപൂർവമായിട്ട് മാത്രമേ ഇങ്ങനെയൊക്കെ ഗർഭപാത്രത്തിൽ സംഭവിക്കാറുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു. അതോടുകൂടി ഭർത്താവ് നല്ല സ്നേഹമുള്ളവനായിരുന്നെങ്കിലും എന്നെ ഉപേക്ഷിച്ചു. ഇത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണ്ട, എത്രയും പെട്ടെന്ന് പിരിയാമെന്ന് പറഞ്ഞു. ഒത്തിരി ദുഃഖമുണ്ടായിരുന്നു. നമുക്കൊരു കുട്ടിയെ ദത്തെടുക്കാം എന്ന് പറഞ്ഞെങ്കിലും കേട്ടില്ല. അങ്ങനെ ആ വിവാഹബന്ധം ഒഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് നിന്നു. എൻ്റെ സഹോദരൻ അന്ന് വിവാഹം കഴിച്ചിട്ടില്ലായിരുന്നു. അന്നൊന്നും ഒരു പ്രശ്നവുമില്ല. ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാരെ സഹായിക്കണം. ഇനിയിപ്പോൾ ഞാൻ ജോലിക്ക് പോയേ പറ്റൂ. അങ്ങനെ ഞാനൊരു സ്ഥാപനത്തിൽ ജോലി കണ്ടെത്തി. ആ പണം മുഴുവനും ഞാൻ വീട്ടിൽ കൊടുക്കും. അതുകൊണ്ട് എന്നെ വലിയ രീതിയിലൊന്നും ആരും കുറ്റം പറഞ്ഞിരുന്നില്ല എൻ്റെ വീട്ടിൽ നിന്ന്. പക്ഷേ നാട്ടിലങ്ങനെയല്ല. എന്നെക്കുറിച്ച് വളരെ മോശപ്പെട്ട അഭിപ്രായമാണ്. കുട്ടികളുണ്ടാകാത്തൊരു സ്ത്രീ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ദുശകുനമാണല്ലോ മാഡം. അത് ഞാൻ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരുന്നു. ഇനി ഒരു കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് പലയിടത്തുനിന്നും ആൾക്കാരെ നിർബന്ധിക്കും. പക്ഷേ ഇങ്ങനൊരു കാര്യം തെളിഞ്ഞു കഴിഞ്ഞ പെണ്ണിനെ കല്യാണം കഴിക്കാൻ ആർക്കും വയ്യ. പല ആൾക്കാരും എന്നോട് ഇങ്ങോട്ട് വന്ന് ചോദിച്ചിട്ടുണ്ട്. കല്യാണം കഴിക്കാനൊന്നും ഞങ്ങൾക്ക് ഉദ്ദേശമില്ല, പക്ഷേ ഇത്രയും സുന്ദരിയായ ഒരു സ്ത്രീ ഇങ്ങനെ വെറുതെ യൗവനം പാഴാക്കി കളയരുത്, ഞങ്ങൾക്കും ഇടയ്ക്ക് അവസരം തന്നുകൂടെയെന്ന്. അതൊക്കെ എനിക്ക് ഒത്തിരി ഇറിറ്റേഷനാണ് ഉണ്ടാക്കിയത്. കാര്യം നമ്മൾ പൊന്നുപോലെ കരുതി എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വളരെ കൊട്ടിഘോഷിച്ച് നടന്ന ഒരു ഭർത്തൃബന്ധമാണ് എനിക്ക് നഷ്ടപ്പെട്ടു പോയത്. എന്നിട്ട് അവസാനം മറ്റൊരു പുരുഷനും വന്നിട്ട് അവൻ്റെ കുറച്ച് സമയത്തേക്ക് നമ്മളെ ആവശ്യപ്പെടുന്നു. എന്തൊരു അധപതിച്ച വികാരമാണിത്. വേണ്ട എന്ന് വിചാരിച്ച് ഞാൻ പുരുഷന്മാരിൽ നിന്ന് അകന്നു നിന്നു. ഭർത്താവിനോടൊപ്പം അനുഭവിച്ച കാര്യങ്ങളെല്ലാം പാടെ ഞാൻ മനസ്സിൽ നിന്ന് നുള്ളിക്കളഞ്ഞു. എനിക്ക് വേണ്ട, ഇനിയൊന്നും വേണ്ട എന്ന് കരുതി ജീവിക്കുകയായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ സഹോദരൻ കല്യാണം കഴിച്ചു. ആ സമയത്ത് 1-2 വർഷം കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ ഭാര്യ എന്നോട് നല്ല പോരെടുക്കാൻ തുടങ്ങി. അങ്ങനെ ആ വീട്ടിൽ നിന്നാൽ ശരിയാകില്ല. ഞാൻ ഒരു ഹോസ്റ്റലിലേക്ക് മാറി. അവിടെ നിന്നാണ് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. അവിടെ പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ എൻ്റെ ഒരു റൂംമേറ്റ് പോയിട്ട് ഏകദേശം 1.5 വർഷത്തിന് മുമ്പ് എൻ്റെ കൂടെ ഒരു പെൺകുട്ടി താമസിക്കാൻ വന്നു. അവൾക്ക് ഒരു 22-23 വയസ്സുണ്ട്. ഡിഗ്രി കഴിഞ്ഞിട്ട് അവൾ ഏതോ ഡിപ്ലോമ കോഴ്സ് ചെയ്യാൻ വന്നതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ നല്ല കൂട്ടായിരുന്നു. എന്നോട് ചോദിക്കും ചേച്ചിയുടെ അവസ്ഥ എന്താണെന്നൊക്കെ. ഞാനപ്പോൾ അവളോട് പറഞ്ഞു, മോളെ എൻ്റെ ജീവിതം എങ്ങനെയാണ്, ഇനി ജീവിതത്തിൽ പ്രതീക്ഷിക്കാൻ ഒരു വകയുമില്ലെന്ന് പറയും. അപ്പോൾ അവൾ പറയും, സാരമില്ല, എല്ലാം ശരിയാകും, ചേച്ചിയുടെ സൗഹൃദം വിടാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല, എന്നും ചേച്ചിക്കൊരു മോറൽ സപ്പോർട്ടായിട്ട് ഞാനുണ്ടാകുമെന്ന്. അങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഈ കൊച്ചു പെൺകുട്ടിക്ക് ഇത്രയും പക്വതയോ എന്ന് ഞാൻ ഓർത്തു. അവളെ കണ്ടാൽ അസാധാരണമായ സൗന്ദര്യമുള്ളൊരു പെൺകുട്ടിയാണ്. വളരെ മോഡേണാണ്. രാത്രിയിലൊക്കെ കിടക്കുമ്പോൾ അവൾ ദേഹം മുഴുവൻ സുഗന്ധ ക്രീം പൂശിയാണ് കിടക്കുന്നത്. അത്രത്തോളം ശ്രദ്ധയാണ്. അവൾ അടുത്ത് വരുമ്പോൾ നമുക്ക് ആകെക്കൂടി ഒരു സുഗന്ധമാണ്. അടിമുടി സുഗന്ധപൂരിതയായ അതീവ സുന്ദരിയായ ഒരു പെണ്ണ്. അവൾ എന്നോട് എപ്പോഴും പറയും, ചേച്ചി ഒരുങ്ങി നടക്കണമെന്ന്. ഞാൻ പറയും, നിന്നെപ്പോലെ സുന്ദരിയല്ല ഞാൻ. ഇനി അഥവാ സുന്ദരിയാണെങ്കിൽ പോലും ഞാൻ ഒരുങ്ങി നടന്നിട്ട് എന്ത് കിട്ടാനാണ്? എൻ്റെ ജീവിതത്തിൽ ഇനി ഹോപ്പൊന്നുമില്ലെന്ന്. അങ്ങനെ പറയല്ലേ ചേച്ചി എന്ന് പറഞ്ഞു. എന്തായാലും അവൾ രാവിലെ പോകും. അവൾ പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. ഒരു ദിവസം ഞാൻ ടൗണിൽ ഉച്ചയ്ക്കൊരു ആവശ്യത്തിന് പോയതാണ് ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന്. അപ്പോഴുണ്ട് ഇവൾ ഒരു ചെക്കൻ്റെ ബുള്ളറ്റിൻ്റെ പുറകിൽ അള്ളിപ്പിടിച്ചിരുന്ന് വെയിലത്തോടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ 2 വട്ടം പോകുന്നത് ഞാൻ കണ്ടു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇവൾക്ക് കാമുകനുണ്ട്. അങ്ങനെ കറങ്ങി നടക്കുകയാണ് പെണ്ണ്. പല സമയത്തും ക്ലാസ്സിന് പോലും കയറില്ല എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. വൈകിട്ട് റൂം വരുമ്പോൾ ഒന്ന് വിളിച്ച് മാറ്റി നിർത്തി ഒന്ന് ചോദിക്കണം വീട്ടിലെ സിറ്റുവേഷൻസ് മറ്റും. അവൾ കൂടുതലൊന്നും
തെളിച്ച് പറഞ്ഞിട്ടില്ല. വീട്ടുകാർ പൈസ കൊടുത്ത് ഇങ്ങനെ വിടുമ്പോൾ ക്ലാസ്സൊക്കെ കട്ട് ചെയ്ത് കറങ്ങി നടക്കുന്നത് ശരിയാണ് മോളെ എന്നുള്ള മട്ടിൽ ഞാൻ വന്നപ്പോൾ ചോദിച്ചു, ചേച്ചി എന്നെ കണ്ടോ? ഞാൻ പറഞ്ഞു, കണ്ടടി. നീയും നിൻ്റെ കാമുകനും കൂടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും 2 വട്ടം പോന്നെ കണ്ടു. ഞാനിപ്പോൾ ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് വേറൊരിടത്തേക്ക് വന്നതാണ് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കാമുകനോ? എനിക്കങ്ങനെ കാമുകൻ വരുന്നില്ല. അപ്പോൾ നിന്നെയല്ലേ കണ്ടത്? നിൻ്റെ പ്രേതമാണെന്ന് ചോദിച്ചു. അത് ഞാൻ തന്നെയാണ്. കക്ഷി എൻ്റെ കാമുകനൊന്നുമല്ല, അന്നത്തെ ദിവസത്തെ മാത്രം കാമുകൻ എന്ന് വേണമെങ്കിൽ പറയാം. എന്താ മോളെ നീ പറഞ്ഞത്? നീ ഡിപ്ലോമയ്ക്ക് പഠിക്കാൻ വേണ്ടി വന്നവളല്ലേ? നീ ക്ലാസ് കട്ട് ചെയ്ത് ഇങ്ങനെ പോകുന്നത് ശരിയാണോന്ന്? അപ്പോൾ അവൾ പറഞ്ഞു, ഡിപ്ലോമ? എൻ്റെ പൊന്നു ചേച്ചി, ഞാനൊന്നും പഠിക്കുന്നില്ല. ഇനി ചേച്ചിയോട് ഞാൻ യഥാർത്ഥ കാര്യം പറയാം. ഇവിടെ ഹോസ്റ്റലിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡിപ്ലോമ എന്ന് പറഞ്ഞത്. എൻ്റെ ഡിപ്ലോമ വേറെയാണ്. എന്താ നീ പറഞ്ഞത്? എന്നോട് പറയൂന്ന് പറഞ്ഞപ്പോൾ അവൾ എന്നെ വിളിച്ച് മാറ്റിക്കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, ചേച്ചി, ഞാനിവിടെ വന്നത് ഒരു ഡിപ്ലോമയും പഠിക്കാനല്ല. എനിക്ക് വേറെ ചില കാര്യങ്ങളുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ടിനെ കാണിച്ചു. ഇതിൽ ഞാൻ പാട്ടും ഡാൻസും ഒക്കെ കളിച്ചിങ്ങനെ ഇടും. എൻ്റെ ഇൻബോക്സിൽ പല ആൾക്കാരും വന്ന് ചോദിക്കും, മോളെ താല്പര്യമുണ്ടോയെന്ന്. ഞാനിപ്പോൾ വില പേശും, എൻ്റെ റേറ്റ് പറയും. അങ്ങനെ വീട്ടിൽ വെച്ച് തന്നെ ഞാൻ ഡിഗ്രിക്ക് പലപ്പോഴും നല്ല സർവീസ് സഹകരണ മേഖലയിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ കാശ് കിട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത്, ചേച്ചി, ഡിഗ്രി കഴിഞ്ഞിട്ട് ഇനി പഠിക്കേണ്ട കാര്യമില്ല, ടൗണിൽ വന്ന് നിൽക്കുക, ഇതേപോലെ പാട്ടും ഡാൻസും ഒക്കെ അപ്ലോഡ് ചെയ്യുക, ഇൻബോക്സിൽ മെസ്സേജ് വരും. നല്ല സുന്ദരന്മാരെയും നല്ല പണമുള്ള അങ്കിൾസിനെയും അച്ചായന്മാരെയൊക്കെ അങ്ങോട്ട് സ്വീകരിക്കുക. അത് കഴിഞ്ഞ് കൈ നിറയെ പണം ഉണ്ടാക്കുക. എന്നിട്ട് ഒന്നുകിൽ അടിച്ചു പൊളിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തിനെ കിട്ടി വിദേശത്ത് സെറ്റിലാകുക. നീ എന്താ മോളെ പറഞ്ഞത്? നിനക്ക് എത്ര വയസ്സുണ്ട്? നീ ഇത്ര ചെറുപ്പത്തിലെ ഇത്ര അധപ്പതിച്ചു പോയോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, ഇത് അധപ്പതനമല്ല, ഇപ്പോഴത്തെ കാലത്ത് നമ്മളുടെ ഒരു ട്രെൻഡാണ് ചേച്ചി. കാറ്റുള്ളപ്പോൾ പാറ്റണം നീച്ചു കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ വെയിലുള്ളപ്പോൾ കച്ചി ഉണങ്ങണമെന്ന് കേട്ടിട്ടുണ്ടോ? ഓരോ അവസരത്തിലും നമ്മൾ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണം. മോളെ, നീ എന്തൊക്കെയാണ് പറഞ്ഞത്? ചേച്ചിക്ക് കാര്യം മനസ്സിലായില്ലേ? എനിക്ക് എൻജോയ് ചെയ്യുക, അതിൻ്റെ കൂട്ടത്തിൽ അത്രയും പണമുണ്ടാക്കുക, അതാണ് ലക്ഷ്യം. എൻ്റെ പൊന്നുമോളെ, എനിക്ക് കേട്ടിട്ട് പേടിയാകുന്നു. ഇത് റിസ്ക് അല്ലേ? ആ, റിസ്ക് ഇല്ലാത്ത ഏത് ജോബാണ് ചേച്ചി ഉള്ളത്? ചേച്ചി ഇപ്പോൾ പോകുന്ന റിസ്ക് ഇല്ലേ? ആ, അതുണ്ട്. എന്നാലും മോളെ, ഇത് വല്ലാത്തൊരു സംഗതിയല്ലേ? ജോബാണെന്ന് പറയാൻ പറ്റുമോ? ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകില്ലേ? നാട്ടുകാർ അറിഞ്ഞാൽ എന്ത് ചെയ്യും? വീട്ടുകാരറിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ അവളിനോട് ചോദിച്ചു, നാട്ടുകാരോ വീട്ടുകാരോ വല്ലോ നമുക്ക് ഉണ്ണാനുള്ള ഉടുക്കാനുള്ള വക കൊണ്ട് തരുമോ? നമ്മുടെ ബാങ്കിൽ പൈസ ഇട്ട് തരുമോ? ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, മോളെ, മോളുടെ വീട്ടുകാർ പ്രതീക്ഷയുടെ കൂടി? പിന്നെ പ്രതീക്ഷ ഡിഗ്രി വരെ പഠിപ്പിച്ചത് അവർക്കറിയാം. മറ്റൊരു കോഴ്സിന് പോകാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്നോട് പോകണ്ട, ഏതെങ്കിലും ഒരുത്തിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാമെന്നാണ് പറഞ്ഞത്. എനിക്കങ്ങനെ നരയിക്കാൻ വയ്യ. എൻ്റെ സൗന്ദര്യം കണ്ട് പല ആൾക്കാരും നേരത്തെ വന്നു. അപ്പോൾ അത് ക്യാഷാക്കി മാറ്റാൻ എനിക്കറിയാം. ചേച്ചി, ഞാൻ തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും സൗന്ദര്യമുള്ള പുരുഷനെയാണ്. ഒരു കമ്മിറ്റ്മെൻറ്റ്സുമില്ല. 1 അല്ലെങ്കിൽ 2 ദിവസം വേണമെങ്കിൽ ഒന്ന് ചുറ്റാം. ഇനി തുടർച്ചയായിട്ട് എന്നെ വേണമെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ക്യാഷ് കൂട്ടി പറയും. അങ്ങനെ അവോയ്ഡ് ചെയ്ത് വിടും. എനിക്കാരോടും സെൻറ്റിമെൻറ്റ്സ് ഇല്ല, ആരോടും പ്രണയമില്ല. പക്ഷേ 1 മണിക്കൂറത്തേക്കോ ഒരു രാത്രിയിലത്തേക്കോ പ്രണയം പൂവിട്ടൊടുങ്ങാൻ എനിക്ക് യാതൊരു പ്രശ്നമില്ല ചേച്ചി. അതല്ലേ ബിസിനസ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ശരിയാകില്ല, വലിയ പ്രശ്നം ഉണ്ടാകുമെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, ശരിയാകും ചേച്ചി. ചേച്ചിയുടെ ബാങ്ക് അക്കൗണ്ട് ബാലൻസ് ഒന്ന് കണ്ടാൽ മതി, ചേച്ചിക്ക് മനസ്സിലാകും ഇത് ശരിയാകുമെന്ന്. ചേച്ചിക്ക് എത്ര കിട്ടും മാസം? മോളെ, എനിക്ക് 17. ആ, അതുകൊണ്ട് എന്ത് ചെയ്യാൻ ചേച്ചി? ഒരു ചമ്മന്തി അരച്ചു കൂട്ടാൻ പറ്റുമോ? അതുകൊണ്ട് ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കൂ, നമുക്ക് കാറ്റുള്ളപ്പോൾ തന്നെ പാറ്റണം. എൻ്റെ പൊന്നുമോളെ, എനിക്ക് പേടിയാ, എന്നെക്കൊണ്ടൊന്നും പറ്റില്ല. എങ്കിൽ ചേച്ചി എൻ്റെ കൂടെ ജസ്റ്റ് സപ്പോർട്ട് ചെയ്ത് നിന്നാൽ മതി. ഈ ഹോസ്റ്റലിൽ നിന്നാൽ ശരിയാകില്ല. ഞാൻ ഒരു ഫ്ലാറ്റ് എടുത്ത് മാറുകയാണ്. ചേച്ചിക്ക് എൻ്റെ കൂടെ വന്ന് കഴിയാം. ജസ്റ്റ് ഭക്ഷണം ഉണ്ടാക്കി വെച്ചാൽ മതി, വേറൊന്നും ചേച്ചി ചെയ്യേണ്ട. ചേച്ചിക്ക് ചേച്ചിയുടെ ജോലി ചെയ്യാൻ പോകാം. ഒന്നിനു വേണ്ടിയിട്ടും ഞാൻ ചേച്ചി നിർബന്ധിക്കില്ല. ചേച്ചിക്ക് വാടകയും ചിലവും ഒക്കെ ഒഴിഞ്ഞു കിട്ടുകയും ചെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണ്ട മോളെ, എനിക്ക് ഈ പാപത്തിന് ശമ്പളം പറ്റാൻ വയ്യാന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, അങ്ങനെ പാപം പുണ്ണൊക്കെ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞാൽ ചേച്ചിയുടെ ജീവിതം കോഞ്ഞാട്ടാകുകയുള്ളൂ. ചേച്ചി ഇനി വീട്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കരുത്. നിങ്ങളെ സ്വീകരിക്കാത്ത അവർക്ക് പൈസ അയച്ചു കൊടുത്തിട്ട് എന്താണ് കാര്യം എന്നൊക്കെ പറഞ്ഞ് അവൾ ഒത്തിരി എന്നെ വഴക്ക് പറഞ്ഞു. അവളെ ഉപദേശിക്കാൻ പോയ
ഞാൻ അവൾ പറയുന്നതിൽ പല പോയിൻ്റ് ഉണ്ടെന്ന് മനസ്സിലായി. ശരി, എന്തായാലും അവൾ ഫ്ലാറ്റ് എടുക്കുകയാണെങ്കിൽ അവളുടെ കൂടെ പോയി താമസിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്രയും പൈസ സേവ് ചെയ്യാൻ പറ്റും. അത് നല്ലൊരു കാര്യമാണ്. പിന്നെ ഞാൻ പറഞ്ഞു, ഇത്തരം കാര്യങ്ങൾക്കൊന്നും എന്നെ വിളിക്കരുത്, എനിക്കിഷ്ടമല്ല, ആൺവർഗത്തെ എനിക്ക് വെറുപ്പാന്ന് പറഞ്ഞു. ആ, ചേച്ചി വെറുത്തോണ്ട് അവിടെ ഇരുന്നു, എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്ക് വെറുപ്പുമില്ല കറുപ്പുമില്ല. പക്ഷേ അവരിൽ നിന്ന് ഞാൻ വസൂലാക്കി എൻ്റെ ലക്ഷ്യത്തിലേക്ക് കുതിക്കുമെന്ന് പറഞ്ഞു. പിന്നെ എന്തായാലും അവൾ എന്നോട് നല്ല താല്പര്യമാണ് പ്രകടിപ്പിച്ചത്. ഇത്രയും കാലം എനിക്ക് ആരും ഒരു ഉപദേശവും തന്നില്ല. എന്തായാലും അവളുടെ കൂടെ ഞാൻ ഫ്ലാറ്റിലേക്ക് താമസം മാറി. നല്ല അടിപൊളി ഫ്ലാറ്റ്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. അതിൻ്റെ വാടക കൊടുക്കുന്ന അവളാണ്. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇഷ്ടം പോലെ പലചരക്ക് സാധനങ്ങൾ കൊണ്ടിടും. അവൾക്ക് രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ ചോറും എന്തെങ്കിലും കറിയൊക്കെ അവിടെ വെച്ച് വെച്ചിരുന്നാൽ മതി. ഞാൻ രാവിലെ 9:15 പോകും. അതിനു മുമ്പ് എല്ലാം ഞാൻ റെഡിയാക്കി വെക്കും. അതൊന്നും എനിക്ക് വലിയ ടാസ്ക് അല്ല. അവൾ ചിലപ്പോൾ പുറത്തു പോകും, അല്ലെങ്കിൽ ആളുകൾ ഇങ്ങോട്ട് വരും. അവളുടെ കാര്യങ്ങൾ അവിടെ തകൃതിയായിട്ട് നടന്നു. പക്ഷേ ഞാൻ അവിടെ ഉള്ളപ്പോൾ അവൾ ആരെ വിളിച്ചു വരുത്താറില്ല. ഇനി ആ ദിവസങ്ങളൊക്കെ ആണെങ്കിൽ അവൾ അങ്ങ് ഇറങ്ങിപ്പോകും. അത് കഴിഞ്ഞിട്ട് രാത്രിയിൽ വരും, അത്രയേ ഉള്ളൂ. എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ അവൾക്ക് താല്പര്യമില്ലായിരുന്നു. അത് എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു. പക്ഷേ 2-3 മാസം കഴിഞ്ഞപ്പോഴില്ലേ അവൾ എന്നോട് പറഞ്ഞു, ചേച്ചി എമർജൻസി ആയിട്ടൊരു സംഗതിയുണ്ട്, അവൻ ഇങ്ങോട്ട് വരികയാണെന്ന്. ഏതവനടി വരുന്നത്? ചേച്ചി, അവൻ ഡൽഹിയിൽ നിന്ന് വന്നതാണ്, ദേ സുന്ദരനായ ചെക്കനാണ് എന്ന് പറഞ്ഞ് ഫോട്ടോ കാണിച്ചു. കൊള്ളാവലോടി, ഇവനെന്തോ ഹിന്ദി സീരിയൽ നടൻ വല്ലതും ആണോ? അല്ലല്ല, മലയാളിയാണ്, അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ ലീവിന് വന്നതാണ്. എന്നെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം. പിന്നെ ഞാൻ പറഞ്ഞതാണ് ഏതെങ്കിലും ഹോട്ടലിലേക്ക് പോകാമെന്ന്. അവനത് പേടി. ഫ്ലാറ്റ് ആകുമ്പോൾ സേഫ് അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ ചേച്ചി ഇവിടെ ഉണ്ട്, ചേച്ചിക്ക് ഇത്തരം കാര്യങ്ങളൊന്നും ഇഷ്ടമല്ലെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, ചേച്ചിയെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നില്ലല്ലോ, പ്ലീസ് ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞ് അവൻ ഓഫർ ചെയ്ത തുക ചേച്ചി ഒന്ന് കണ്ടു നോക്കുമെന്ന് പറഞ്ഞു. ഞാൻ ആ മെസ്സേജ് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. 30,000 രൂപ. എൻ്റെ പൊന്നു ചേച്ചിയല്ലേ, ചേച്ചി തൽക്കാലത്തേക്ക് അനിഷ്ടമൊന്ന് മാറ്റി വയ്ക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ലടി, നിൻ്റെ ഫ്ലാറ്റല്ലേ, എനിക്ക് നീ എൻ്റെ സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ മുറിയിലിരുന്നോളാന്ന് പറഞ്ഞു. അങ്ങനെ ആ ചെക്കൻ വന്നു. അവനെ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. എന്ത് രസമാണ് ഈ ചെക്കനെയൊക്കെ കാണാൻ. ഇവൾ എങ്ങനെയാണ് ഇത്രയധികം ആൾക്കാരെ ഓരോ ദിവസവും അഡ്ജസ്റ്റ് ചെയ്യുന്നത്? ഇവളൊരു കേമി തന്നെയാണ്. ഇത്രയും അധികം ഊർജം എവിടെ നിന്നാണ് ഇവൾക്ക് പ്രവഹിക്കുന്നത്? എനിക്കിതൊക്കെ പറ്റുമായിരുന്നു. എൻ്റെ പഴയ ഭർത്താവിനെ കുറിച്ച് ഞാൻ ആലോചിച്ചു പോയി. നല്ല ഉച്ചിലുള്ളൊരു മനുഷ്യനായിരുന്നു. യഥാർത്ഥം മറന്നതിന് മുമ്പ് വരെ അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു. എനിക്ക് തീർത്താൽ തീരാത്ത ഓർമ്മകൾ തന്നിട്ടുണ്ട്. പക്ഷേ വെറുപ്പിച്ചതും അയാൾ തന്നെ എന്ന് ഞാൻ ഓർത്തു. ഇവൾക്ക് പക്ഷേ അങ്ങനെയൊന്നുമല്ല, ആരോടും കമ്മിറ്റ്മെൻറ്റ്സ് ഇല്ല. ശരിക്കും ചുറ്റിത്തിരികയാണ് മോള്. പറഞ്ഞിട്ട് കാര്യമില്ല. അവൾ വളർന്ന സാഹചര്യവും ഞാൻ വളർന്ന സാഹചര്യം വ്യത്യസ്തമല്ലേ? ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും അകത്തു നിന്ന് 2 പേരുടെയും ശബ്ദം ഞാൻ ഉയർന്നു കേട്ടു. അവൾ ബേബി വാട്ട് യു വാണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. വലിയ വലിയ കോടി ഇംഗ്ലീഷാ, എനിക്കൊന്നും മനസ്സിലായില്ല, എന്താണ് പറയുന്നതെന്നറിയില്ല. പക്ഷേ വീഡിയോയിലൊക്കെ കേൾക്കുന്ന പോലെ 2 പേരും കൂടെ സംസാരിച്ചു കൊണ്ടാണ്. അതിനിടയ്ക്ക് അവൾ സ്റ്റോപ്പ് ഇറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇവളാണെങ്കിൽ അഭിനയിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. കാര്യം ഇവിടുന്ന് പോയവളല്ല. അകത്ത് കയറി കഴിഞ്ഞപ്പോൾ അവൾ അടിമുടി ഇംഗ്ലീഷുകാരിയായ പോലെ തോന്നി. അകത്തുനിന്ന് കേൾക്കുന്നത് മുഴുവൻ ഇംഗ്ലീഷാണ്, മലയാളമേ ഇല്ല. ഇവള് ശരിക്കും ഇത്തിരി കാഞ്ഞ വിത്ത് തന്നെ. അതിനിടയ്ക്ക് പലവിധ ശബ്ദങ്ങളും ഞാൻ കേട്ടു. അപ്പോൾ അവൾ അലറി വിളിക്കുന്നതും കുട്ടാന്നൊക്കെ വിളിക്കുന്നതും കേട്ടു. അപ്പോൾ അവൾക്ക് മലയാളം അറിയാം. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴില്ലേ എനിക്ക് ആകെ രസം പിടിച്ചു. ഞാനാണെങ്കിൽ ഇറങ്ങി അവിടെ ഒരു സോഫയിലിരുന്നു. എൻ്റെ മുൻവശത്താണ് അവരുടെ റൂം. കേൾക്കട്ടെ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന്. അകത്തുനിന്നുള്ള ശബ്ദം നന്നായി പ്രതിധ്വനിക്കുന്നുണ്ട്, മുഴങ്ങുന്നുണ്ട്. അവസാനമായപ്പോഴേക്കും ചാടി മറിഞ്ഞ് ഓതിരം കടകം എന്നൊക്കെ അവൾ പറഞ്ഞത് കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇപ്പോൾ തീരും ലീലാവിലാസം വന്ന്. പിന്നീട് ശബ്ദം കുറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മുറിയിലേക്ക് പോയി. ഞാനിതൊക്കെ കേട്ട് രസിച്ചെന്ന് അവൾ അറിയണ്ട. എനിക്കാണെങ്കിൽ എന്തോ രസം അങ്ങ് തോന്നി, ഒരു തമാശ പോലെ. ഇത്തിരി നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ റൂമിൻ്റെ ഒരു മുട്ട് കേട്ടു. ഞാൻ ചെന്ന് തുറന്നു കഴിഞ്ഞപ്പോഴേക്കും അവളും അവനും കൂടെ ഉണ്ട്. അവൻ എന്നെ വിഷ് ചെയ്തിട്ട് പറഞ്ഞു, ചേച്ചി ഞാൻ പോവുകയാണ് കേട്ടോ, ചേച്ചിക്കും താല്പര്യം ഉണ്ടെങ്കിൽ പറയണം, ഞാൻ നാളെ വരാമെന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് താല്പര്യമൊന്നുമില്ലെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, അവൻ ചുമ്മാ ചോദിച്ചാണ്, ചേച്ചി ഇളക്കാൻ വേണ്ടിയിട്ട്. ചേച്ചിക്ക് താല്പര്യമുണ്ടോ എന്ന് എന്നോട് ആദ്യമേ ചോദിച്ചിരുന്നു. ഞാൻ പറഞ്ഞു, ചേച്ചി ഒരു ശീലാവതിയാണ്, ചേച്ചി ഒരിക്കൽ പോലും ആരോടും സഹകരിക്കില്ല. കാരണം ചേച്ചി പണ്ടേ
പഠിപ്പുര അടച്ച് സീൽ ചെയ്തതാണെന്ന് പറഞ്ഞു. അത് കേട്ട് അവനെ പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് അവൻ തിരിഞ്ഞെന്ന് പറഞ്ഞു, ചേച്ചി പൂട്ടൊക്കെ തുരുമ്പിച്ച് പോമേന്ന്. അത് പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങ് പോവുകയും ചെയ്തു. അവളാണെങ്കിൽ എൻ്റെ അടുത്തേക്ക് വന്നിട്ട്, ചേച്ചി അവൻ തന്നിട്ട് പോയ പൈസ കണ്ടെന്ന് പറഞ്ഞ് ഓടിക്കൊണ്ടുവന്നെ കാണിച്ചു. ദൈവമേ, 50,000 രൂപ ഉണ്ടായിരുന്നു. എടി, അവൻ 30,000 അല്ലേ പറഞ്ഞത്? ആ, എന്തായാലും പറഞ്ഞതിൽ കൂടുതൽ തന്ന ഒരാളാണ് അവൻ. പക്ഷേ ഇവിടെ എനിക്ക് ചേച്ചിയോട് ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. എന്താടി? അല്ല, ചേച്ചിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടും ചേച്ചി ഇവിടെ ഇരുന്നല്ലോ. അത് പിന്നെ നിൻ്റെ ഫ്ലാറ്റല്ലേ? അങ്ങനെ പറയല്ലേ ചേച്ചി, ഇത് നമ്മുടെ ഫ്ലാറ്റാണ്. ചേച്ചി ഇന്നാ പിടിച്ചോ 10,000 രൂപ. വേണ്ട മോളെ, വേണ്ട. ആ, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ചേച്ചിക്ക് സന്തോഷത്തോടെ തരുന്നതെന്ന് പറഞ്ഞു. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷവും തോന്നി, സങ്കടവും തോന്നി, കുറ്റബോധം തോന്നി. കഷ്ടം, ആ പെൺകുട്ടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു വളഞ്ഞ വഴിയാണ്. അതിൻ്റെ പൈസ എനിക്ക് എന്തിനാണെന്ന് പിന്നെയും ഓർത്തു. അവൾക്ക് 30,000 അല്ലേ പറഞ്ഞത്, 50 കിട്ടി. അതിൽ 10,000 കിട്ടിയാൽ എന്താ, പുളിക്കുമെന്ന് ഓർത്തു. എൻ്റെ മനസ്സ് അവിടെ മാറി തുടങ്ങുകയായിരുന്നു. അപ്രതീക്ഷിതമായിട്ട് അവൾ പിറ്റേ ദിവസം വൈകിട്ട് പറഞ്ഞു, അവൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, അവനെ കണ്ടു പരിചയമുണ്ടല്ലോ എന്ന്. അങ്ങനെ അവൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചായ ഒക്കെ ഇട്ട് കൊടുത്തു. ആ സമയത്ത് അവൾ പറഞ്ഞു, ചേച്ചി ഇവിടെ ഇരിക്കാൻ. അവളുടെ അടുത്ത് ഞാനും ഇരുന്നു. അവൻ പൊതുവായുള്ള പല കാര്യങ്ങളും സംസാരിച്ചു. ഇത്തിരി കഴിഞ്ഞപ്പോൾ അവൻ അവളോട് ഇങ്ങനെ കണ്ണു കാണിക്കുന്നത് കണ്ടു. അപ്പോൾ അവൾ എൻ്റെ കയ്യിൽ പിടിച്ച് ഇങ്ങനെ പറഞ്ഞു, ചേച്ചി സത്യം പറഞ്ഞാൽ അവന് ചേച്ചിയെ ഒത്തിരി ഇഷ്ടമാണ്. എന്നേക്കാൾ ഇത്തിരി പ്രായം കൂടി പെണ്ണുങ്ങളെയാണ് ആക്ച്വലി അവനിഷ്ടം. ചേച്ചിയെ കണ്ടപ്പോഴേക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു, മോളെ എനിക്ക് അങ്ങനെയൊന്നുമില്ല, നിനക്കറിയാമല്ലോ എന്ന്. അത് ഞാൻ ഈ പൊട്ടനോട് ഒത്തിരി വട്ടം പറഞ്ഞു. പക്ഷേ അവൻ പറയുന്നത് ഇത് ഏറ്റവും നല്ല അവസരമാണെന്ന്. എന്തവസരം? അപ്പോൾ അവൻ പറയുകയാണ്, ചേച്ചിക്കൊരിക്കൽ പോലും കുട്ടികളുണ്ടാകില്ല. അത് ഓർത്ത് ദുഃഖിച്ചിരിക്കാതെ ഒരു സ്ത്രീക്ക് കിട്ടുന്ന മഹാഭാഗ്യമായിട്ട് കരുതിക്കൂടെ? മഹാഭാഗ്യമോ? നീ എന്താ പറഞ്ഞത്? ചേച്ചി, ഭൂരിപക്ഷം ആണുങ്ങളെപ്പോലെ തന്നെ ഭൂരിപക്ഷം പെണ്ണുങ്ങൾക്കും മറ്റ് ബന്ധങ്ങളിലേക്ക് പോകാൻ ഒരു മനസ്സുണ്ട്. പക്ഷേ പുരുഷന്മാർ പോയാലുണ്ടാകുന്ന അവസ്ഥയിലെ സ്ത്രീകൾക്ക് അവർക്കെന്തെങ്കിലും അബദ്ധം പറ്റുമോ എന്നതോർത്താണ് പല പെണ്ണുങ്ങളും അടങ്ങി ഒതുങ്ങിയിരിക്കുന്നത്. ചേച്ചിക്കാകുമ്പോൾ അത് ആലോചിക്കേണ്ട കാര്യമില്ല. ഒരബദ്ധവും സംഭവിക്കില്ല. ചേച്ചിക്ക് സേഫായിട്ട് എത്ര പേരെ വേണമെങ്കിലും സ്വീകരിക്കാം, ഏത് ദിവസം വേണമെങ്കിലും. അങ്ങനെയുള്ളൊരവസ്ഥ സ്ത്രീക്ക് മഹാഭാഗ്യമല്ലേ? അതിനു പകരം പഠിപ്പുര പൂട്ടിയിരുന്നാൽ ശരിയാകുമോ ചേച്ചി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മോനെ, അതൊന്നും നമ്മുടെ സംസ്കാരം. ഒന്ന് പോ ചേച്ചി. സംസ്കാരം കൊണ്ട് നടന്നിട്ട് ചേച്ചിക്ക് എന്ത് നേടാനായി? സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരുന്നു, അത്രയേ ഉള്ളൂ. എന്നാലും മോനെ, എനിക്ക് അത്തരം ഫീലിംഗ് ഒന്നുമില്ല. അപ്പോൾ അവൻ പറഞ്ഞു, ആ, അതൊക്കെ ചേച്ചിക്ക് വെറുതെ തോന്നുന്നതാണ്. ചേച്ചി ആരോടും അടുപ്പം മനഃപൂർവ്വം കാട്ടാത്തത് കൊണ്ടാണ്. ചേച്ചി എൻ്റെ അടുത്തേക്ക് നീങ്ങിയിരിക്കുക, ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണ്ടാന്ന് അവൾ പ്രോത്സാഹിപ്പിച്ചു. ചേച്ചി ഒന്നും വലുതായിട്ടില്ല, എങ്കിലും ചേച്ചി നടുക്കോട്ട് കയറിയിരിക്കുക. എന്നിട്ട് എന്നെ ചാരി കണ്ണടച്ചിരുന്നു. ചേച്ചിക്ക് ഒരു ഫീലിങ്ങും ഒരു 10-20 മിനിറ്റ് ഉണ്ടായില്ലെന്നുണ്ടെങ്കിൽ ചേച്ചി പോയിക്കോ. ചേച്ചി ഒരു തവണയെങ്കിലും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. വിവാഹം കഴിഞ്ഞതിൽ പിന്നെ ചേച്ചി ഒന്നിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ടാണ് പ്ലീസ് ചേച്ചി എന്ന് പറഞ്ഞ് അവൾ നിർബന്ധിച്ച് ബലമായിട്ട് എന്നെ അവരുടെ നടുക്കേക്ക് പിടിച്ചിരുത്തി. എന്നിട്ട് അവൾ എന്നോട് പറഞ്ഞു, ചേച്ചി എന്നെ ചാരിയിരിക്കുക. ചേച്ചിയുടെ കണ്ണ് ഞാൻ പൊത്തിപ്പിടിക്കും, ഒരു പ്രശ്നവുമില്ല. അല്ലെങ്കിൽ കണ്ണടച്ച് ചേച്ചി എൻ്റെ തോളിലേക്ക് ചാഞ്ഞു കിടക്ക്. ചേച്ചിക്ക് നാണമാകുമെന്ന് അറിയാമെന്ന് പറഞ്ഞു. എൻ്റെ ദേഹം വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൾ അപ്പോൾ പറഞ്ഞു, ചേച്ചിക്കൊരു കുട്ടി ഉണ്ടാകുമായിരുന്നെങ്കിൽ, കൈക്കുഞ്ഞായിരുന്നെങ്കിൽ അവനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ചേച്ചി എന്തായിരിക്കും ആദ്യം ചെയ്യുക? ഞാൻ പറഞ്ഞു, എന്താ? അപ്പോൾ ചേച്ചി ആദ്യം ചെയ്യുന്നത് കുഞ്ഞിന് വേണ്ട ആഹാരം കൊടുക്കുകയല്ലേ? ഞാൻ മൂളി, ആഹാ, അങ്ങനെ അങ്ങ് ചേച്ചി വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. ആ സമയത്ത് തന്നെ അവൻ ഒരു കൈക്കുഞ്ഞായി മാറുകയായിരുന്നു. എനിക്കാണെങ്കിൽ ആദ്യം വല്ലാത്തൊരു പ്രശ്നമാണ് തോന്നിയത്. ഇത്രയും നാളായിട്ടും പടർന്നു കയറാത്ത ഭൂമിയിൽ എന്തൊക്കെയോ പടർന്നു കയറുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ അവൾ പറഞ്ഞു, അവൻ ചേച്ചിയുടെ കൈക്കുഞ്ഞാണ്, അവനെ ചേർത്ത് പിടിച്ചാൽ മതി, ചേച്ചിക്ക് ആനന്ദ നിർവൃതി അടയാമെന്ന് പറഞ്ഞു. അവൾ അങ്ങനെ എൻ്റെ ചെവിയിൽ പറഞ്ഞുകൊണ്ടിരുന്നു. 10 മിനിറ്റൊന്നും എടുത്തില്ല, 5 മിനിറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അനിഷ്ടം ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ശരിക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. അറിയാതെ തന്നെ ഞാൻ എൻ്റെ തങ്ക കുഞ്ഞിനെ
അടുത്ത വശത്തേക്ക് ക്ഷണിച്ചു. അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവൾ പൊട്ടിച്ചിരിച്ചു. അമ്പടി കേമി, ഇത്തരം കാര്യങ്ങൾ മാറി മാറിയുണ്ടെന്ന് അറിയാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു, എൻ്റെ ഭർത്താവിൻ്റെ കൂടെ കഴിഞ്ഞവളല്ലേ ഞാനെന്നോ. ഓ, അത് ഞാനങ്ങ് മറന്നുപോയി. ശീലാവതിയുടെ സദാചാര പ്രസംഗം കേൾക്കുമ്പോൾ ലോകത്താണുങ്ങളെ കണ്ടിട്ടേ ഇല്ലെന്നാണ് എനിക്ക് തോന്നിയത്. ഇനിയിപ്പോൾ കണ്ണു തുറക്കൂ എൻ്റെ പൊന്നു ചേച്ചി എന്ന് പറഞ്ഞു. ഞാൻ കണ്ണു തുറന്നു. അപ്പോഴല്ലേ ആ സുന്ദരക്കുട്ടപ്പൻ എന്നിലേക്ക് ചേർന്ന് നിൽക്കേണ്ട ഗുണം എനിക്ക് മനസ്സിലായത്. എനിക്കെൻ്റെ വിവാഹ ജീവിതം ഓർമ്മ വന്നു. ഞാൻ കണ്ണു തുറന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ ആവേശം കൂടിയെന്ന് തോന്നുന്നു. അവളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്നെ സമാശ്വാസമായി തഴുകി സാന്ത്വനിപ്പിച്ചുകൊണ്ടിരുന്നു. ചിക്കൻ്റെ ലക്ഷ്യം ഇനി പ്രധാനപ്പെട്ട കർമ്മ മേഖലയിലേക്കാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്കിത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളാണ് പറഞ്ഞത്, എടാ വെപ്രാളപ്പെടരുത്, വരൻ തുടങ്ങിയ കൃഷിഭൂമിയിൽ കൃഷി ചെയ്യണമെങ്കിൽ ജലസേചന പദ്ധതിയുടെ കനാൽ തുറന്നു വിടണം. ഞാൻ നോക്കട്ടെ, ഞാനാണ് ഇറിഗേഷൻ ഓഫീസറെന്ന് അവൾ പറഞ്ഞു. അവൾക്ക് യാതൊരു സങ്കോചവുമില്ലായിരുന്നു. ആണൊരുത്തൻ മുന്നിലുണ്ടെന്ന് ഓർക്കാതെ തന്നെ അവൾ ജലസേചന വികസന പദ്ധതിയുടെ ഓഫീസറായിട്ട് വന്ന് ഇൻസ്പെക്ഷൻ നടത്തി. അവൾ പെട്ടെന്ന് അലറി വിളിച്ചു, ഇതെന്താ ചേച്ചി, കഴിഞ്ഞ വർഷം തന്നെ ഇവിടെ കനാൽ തുറന്നു വിട്ടോന്ന്. എനിക്കത് ഒരടിയേറ്റ് പോലെയായിരുന്നു. ജാളിത, ഞാൻ അറിയാതെയല്ലേ എല്ലാം സംഭവിക്കുന്നത്, അവൾ എന്നോട് പറഞ്ഞു. ഇടി കൊച്ചു കള്ളി, എന്തെല്ലാം ശീലാവധി കഥകൾ എന്നോട് പറഞ്ഞത്. ഇനിയിപ്പോൾ യാതൊരു ദാക്ഷിണ്യവും ദയവും നീ കാണിക്കണ്ടാടാ മോനെ. ചെമ്പൻ കാളെ കൊമ്പൻ കാളെ ചുവപ്പ് കണ്ട പോലെ പായടാ കുട്ടാന്ന് പറഞ്ഞ് അവൾ എന്നെ സോഫയുടെ ഒരറ്റത്തേക്ക് ഒന്ന് നന്നായി നീക്കി. അപ്പോഴേക്കും വിശാലമായ ഒരങ്കത്തട്ട് ഒതുങ്ങിക്കഴിഞ്ഞിരുന്നു. ചെക്കനാണെങ്കിൽ ഒന്നും പിന്നെ ആലോചിച്ചില്ല. എൻ്റെ കൺമുന്നിലേക്ക് അങ്കക്കലിയും പൂണ്ട് ചാടി ഇറങ്ങുകയായിരുന്നു. ഉടവാൾ കണ്ട് ഞാൻ ഞെട്ടി. അവളും ചിരിച്ചു. ആ, ഒന്നും പേടിക്കേണ്ട കാര്യമില്ല, ചേച്ചിക്ക് ഒരു പ്രശ്നവും വരില്ല ചേച്ചി എന്ന് പറഞ്ഞിട്ട് അവൾ എൻ്റെ കണ്ണ് പൊത്തിപ്പിടിച്ചു. എനിക്ക് അവളെ എന്ത് ചെയ്യണമെന്നറിയില്ല, എന്ത് പറയണമെന്നറിയില്ല. പക്ഷേ എനിക്ക് അലറി വിളിക്കേണ്ടി വന്നു. അവൾ പറഞ്ഞു, ഒരു ദയാദാക്ഷിണ്യം കാണിക്കരുത്, ഇവൾ കള്ളിയാണ്, കള്ളിപ്പൂങ്കുയിലാണ്. നീ നിന്റെ കർമ്മമണ്ഡലത്തിൽ തുടരുക, കാളപ്പൂ നിറഞ്ഞ് കരിവീര എല്ലാം കുത്തിമലർത്തുക എന്ന് അവൾ കൽപ്പിച്ചു. അതേപോലെ നടക്കുകയും ചെയ്തു. ഭൂകമ്പത്തിൻ്റെ പ്രവാഹ കേന്ദ്രങ്ങളിൽ പെട്ടതുപോലെയായി കാര്യങ്ങൾ. അങ്ങനെ 1.25 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഭൂകമ്പം ഒന്നടങ്ങിയത്. ആണുങ്ങളെ ഇഷ്ടമല്ലെന്നൊക്കെ ഞാൻ വെറുതെ മനസ്സിൽ വിചാരിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി. അവൾ എന്നോട് പിന്നീട് ഒന്നും ചോദിച്ചില്ല. അടുപ്പിച്ച് അവൻ ഒരു 10-12 ദിവസം വന്നു. അത് കഴിഞ്ഞ് അവൻ തിരിച്ചുപോയി. അത് കഴിഞ്ഞതിൽ പിന്നെ ഇന്ന് വരെ ഞാനും അവളും കൂടി ഏകോദര സഹോദരങ്ങളെപ്പോലെ പല കൊടുമുടികളും താണ്ടി മുന്നേറുകയാണ്. ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ സ്വയം പര്യാപ്തരാണ്. 10 വർഷത്തേക്ക് ജീവിക്കാനുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് മാഡം, ഏകദേശം 2 ആഴ്ചയായി കാണും, എനിക്ക് പെട്ടെന്ന് ഡേറ്റ് തെറ്റി. ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടുള്ളതല്ല, സ്ഥിരമായിട്ട് ഒരേപോലെയാണ്. എന്തോ സംശയം തോന്നി. കാർഡ് ടെസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോഴേക്കും പോസിറ്റീവാണ് മാഡം. എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് ഒരിക്കലും കുട്ടികൾ ഉണ്ടാവില്ലെന്നാണല്ലോ പറഞ്ഞത്. അങ്ങനൊരു കാര്യമല്ലെന്നാണ്. പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ സംഭവിച്ചത്? ഇത്രയും നാളായിട്ടും എത്ര തവണ കഴിഞ്ഞിട്ടും ഇപ്പോഴെന്താണ് ഇങ്ങനെ സംഭവിച്ചത്? മാഡം, എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് എത്രയും പെട്ടെന്ന് മറുപടി തരണേ, എമർജൻസിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് പണ്ട് മുതലേ ഇങ്ങനൊരു പ്രശ്നമുണ്ട്. നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും കുട്ടികൾ ഒരിക്കലും ഉണ്ടാകില്ല. യൂട്രസ് ശരിയല്ല, വലിപ്പം വളരെ കുറഞ്ഞതാണ്, നോർമലായിട്ടുള്ളതല്ല, കുട്ടിയെ ഒരിക്കലും വഹിക്കാൻ പറ്റുന്നതല്ല എന്നുള്ള രീതിയിലാണ് കണ്ടത്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ സംഭവിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. മിറക്കിൾ പോലെ തോന്നുന്നു. അപ്പോൾ ഡോക്ടറൊക്കെ പറഞ്ഞതാണ് ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ലെന്ന്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഡോക്ടറും നമ്മളും ആരും ദൈവമൊന്നുമല്ല. അതുകൊണ്ട് പോകെ ചിലപ്പോൾ മനുഷ്യൻ്റെ ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. പ്രകൃതി ചില പ്രശ്നങ്ങളെ താനെ പരിഹരിക്കും. അങ്ങനെയൊക്കെയുണ്ട്. അപ്പം മിറക്കിൾസ് എങ്ങനെയാണ് സംഭവിക്കുകയെന്ന് നമുക്കറിയില്ല. ഇതെല്ലാം ഈ പ്രകൃതിയുടെ കയ്യിലാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കയ്യിലാണെന്ന് നമുക്ക് പറയാം. എന്തായാലും എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ശരീരമായത് കൊണ്ട് ഇത്തരം ചില അവസ്ഥകളിൽ കോംപ്ലിക്കേഷൻസ് ഉള്ള സമയത്ത് ഈ ഒരു കാര്യം ഉണ്ടാകുകയാണെങ്കിൽ ചിലപ്പോൾ ട്യൂബിലുണ്ടാകാൻ സാധ്യതയുണ്ട്. ട്യൂബിലുണ്ടാകുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് പൊട്ടിയിട്ട് എമർജൻസി ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത സ്ത്രീകൾക്കുള്ളത് കൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് കേൾക്കുകയാണെങ്കിൽ നാളെ തന്നെ പോയി ഗൈനക്കോളജിസ്റ്റിനെ കാണുക, സ്കാൻ ചെയ്ത് അവസ്ഥ അറിയുക.
ഒഴിവാക്കേണ്ടതാണെങ്കിൽ ഒഴിവാക്കുക, കണ്ടിന്യൂ ചെയ്യാൻ അല്ലെങ്കിലും പറ്റില്ലല്ലോ. എന്താണോ അത് റിസ്കിലേക്ക് പോകാതെ മാനേജ് ചെയ്യാൻ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണുക. അപ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇങ്ങോട്ട് കത്തെഴുതേണ്ട കാര്യമൊന്നുമില്ല, സാമാന്യമായിട്ട് ഊഹിക്കാവുന്നതാണ്. എന്തായാലും ഗൈനക്കോളജിസ്റ്റിനെ കൊണ്ട് പെട്ടെന്ന് കാണിക്കുക, ടെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് മുൻ അനുഭവങ്ങളുള്ളല്ലേ ഡോക്ടറെ കാണിച്ചിട്ട്, അതുകൊണ്ട് ഒട്ടും സമയം പാഴാക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. വേറെ ഇതിലിപ്പോൾ നിങ്ങളെ കുറ്റം പറയാനുള്ളൊരു സമയമില്ലാത്തതുകൊണ്ട് അത് പറയുന്നില്ല. ഓക്കെ.